ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് ആദ്യം ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കളർ മാറി വന്നപ്പോൾ അതിൽ സവാള ചേർത്ത് സവാള വഴണ്ടി വന്നപ്പോൾ അതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് എടുത്ത് അതിലേക്ക് ഒഴിക്കണം. പിന്നെ അത് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. ഇനിയുള്ള ഏറ്റവും വലിയ ജോലിയാണ് നന്ദ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത്. 7 മണി തൊട്ട് വിളിക്കാൻ തുടങ്ങി. ഇപ്പോൾ 7:15 ആൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവളൊന്ന് മേല് കഴുകി റെഡിയായി വരുമ്പോഴേക്കും ഞാൻ അവൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും വെള്ളമൊക്കെ പാക്ക് ചെയ്യുവാണ്. അപ്പോൾ അവൾക്കിന്ന് ചോറിന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും വെളുത്തുള്ളി അച്ചാറുമാണ് ഞാൻ വെക്കുന്നത്. അവൾക്ക് ഒഴിക്കാൻ കറി നിർബന്ധമാണ്. അപ്പോൾ അതിന് ഞാനിന്ന് തൈരാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അവളിതേ റൂമിൽ റെഡിയാവുന്നുണ്ട്. അവൾക്ക് സ്വന്തമായിട്ട് തലയിട്ടുന്നതൊക്കെയാണ് ഇഷ്ടം. നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിന് 100 കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വരും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ അത് ഞാൻ എടുത്തു കൊടുത്താലേ കഴിക്കത്തുള്ളൂ. അവൾക്ക് ഗ്രീൻ പീസ് വേണ്ട, മീൻകറി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പവും മീൻകറിയും കൂടി ആൾക്ക് എടുത്ത് കൊടുക്കുവാണ്. അപ്പോൾ കഴിക്കുന്നതിനൊപ്പം എന്നോട് കാര്യം പറഞ്ഞുകൊണ്ട് നിന്ന് സോക്സ് ഇടുന്നുണ്ട് ആൾ. 8:10 ഇവൾക്കുള്ള സ്കൂൾ ബസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 8 മണി കഴിയുമ്പോൾ തന്നെ ഞാനും അവളും കൂടെ പുറത്തിറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അതേ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.